പെപ്റ്റിക് അൾസറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പെപ്റ്റിക് അൾസർ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വയറുവേദനയെക്കുറിച്ചാണ് പെട്ടെന്ന് ചിന്ത വരുന്നത്. ഈ പെപ്റ്റിക് അൾസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും ഈ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റത്തിൽ 3 ഭാഗം നിങ്ങൾ ഓർക്കണം. പ്രത്യേകിച്ച് അൾസർ ഉണ്ടാകുന്നത് എപ്പോഴും ആമാശയത്തിൽ മാത്രമായിരിക്കണം എന്നില്ല. അതായത് ചെറുകുടലിലും ഉണ്ടാകാം, വൻകുടലിലും ഉണ്ടാകാം. അപ്പോൾ അതിൽ ഈ ചെറുകുടലിലും ആമാശയത്തിലാണ് സാധാരണ രീതിയിൽ ഈ അൾസർ ഉണ്ടാകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആമാശയത്തിൽ അൾസർ എന്നുള്ളത്, ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയും. മറ്റത് ചെറുകുടലുണ്ടാകുന്നതിന് ഡിയോഡിനൽ അൾസർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് സാധാരണ രീതിയിൽ അൾസറായിട്ട് നമ്മൾ ഡയഗ്നോസിസിൽ രേഖപ്പെടുത്താറുള്ളത്. അപ്പോൾ ഈ ഗ്യാസ്ട്രിക് അൾസർ, അതായത് ആമാശയത്തിലുള്ള അൾസറും ഈ ഡിയോഡിനൽ അൾസർ അല്ലെങ്കിൽ ചെറുകുടലുണ്ടാകുന്ന അൾസർ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകണം. സാധാരണ രീതിയിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങളിൽ ആഹാരം കഴിക്കാതെ നടക്കുകയോ, അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ കുടിയുള്ള സാധനങ്ങൾ കഴിക്കുകയോ, ആൽക്കഹോളോ അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സ്മോക്കിങ്ങോ ഒക്കെ ഉള്ളവർക്ക് സാധാരണ ഈ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാകാറുണ്ട്. ഒരു ഹെറിഡിറ്ററി ടെൻഡൻസി പലപ്പോഴും ഗ്യാസ്ട്രിക് അൾസറിനൊരു കാരണമാണ്. അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ് ഉള്ളവർക്കും അൾസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെയാണ് വേദന. ഒരു 15 മിനിറ്റ് മുതൽ ഒരു 2.5 മണിക്കൂറിനകം ആ വേദന വന്ന് പോയിരിക്കും, മനസ്സിലായില്ലേ? പക്ഷേ ഈ ചെറുകുടലിലുള്ള അൾസറാണെന്നുണ്ടെങ്കിൽ ആഹാരം കഴിച്ച് കുറേ അധികം സമയം കഴിഞ്ഞിട്ട്, അതായത് ഡൈജഷൻ നടന്ന് കഴിഞ്ഞിട്ട്, അതായത് 2 മുതൽ അല്ലെങ്കിൽ 2.5 മണിക്കൂറിന് ശേഷമായിരിക്കും വേദന ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം. പിന്നെയുള്ളത് പെയിന് പലപ്പോഴും ഉണ്ടാകുന്ന എപ്പിഗാസ്ട്രിയം, നമ്മുടെ അന്നനാളം ആമാശയവും ചേരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, അപ്പം അവിടെ ആയിരിക്കും നടുക്ക്, അതായത് നമ്മുടെ സ്റ്റേണത്തിന് തൊട്ട് താഴെയാണ് പലപ്പോഴും ഈ ഗ്യാസ്ട്രിക് അൾസറിൻ്റെ വേദന ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഡിയോഡിനൽ അൾസർ പലപ്പോഴും ഈ പറയുന്ന ഭാഗത്തിൻ്റെ വലതു ഭാഗത്തോട്ട് ചേർന്നായിരിക്കും പലപ്പോഴും വേദന നമുക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ ആഹാരം ഞാൻ പറഞ്ഞു കഴിച്ച് കഴിഞ്ഞാൽ ഉടനെയാണ് ഗ്യാസ്ട്രിക് അൾസറിൻ്റെ വേദന വരുന്നത്. അതുപോലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വേദന വരുന്നത് ഗ്യാസ്ട്രിക് അൾസറാണ്. പക്ഷേ ഈ ഡിയോഡിനൽ അൾസർ അവർക്ക് വേദന പലപ്പോഴും റിലീഫാണ് കിട്ടുന്നത്. ആഹാരം കഴിക്കും തോറും അവർക്ക് ആശ്വാസം കിട്ടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഈ ഡിയോഡിനൽ അൾസർ ഉള്ളവർ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് വണ്ണം വെച്ച് വരും. അപ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ചെറുകുടലിൽ അൾസറും ഉണ്ട്. അതായത് കൂടെ അവർ കഴിക്കുന്നത് കൊണ്ടാണ്. കഴിക്കുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടുന്നു, വേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നു. അതുകൊണ്ട് അവർ കഴിക്കുമ്പോൾ അവർക്ക് വണ്ണം കൂടുന്നു. ഈ രണ്ട് വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും വൊമിറ്റിംഗ് ഉണ്ടാകും, മെലിന, ഈ പറഞ്ഞ പോലെ രക്തം ചിലപ്പം ഛർദ്ദിച്ചെന്നിരിക്കും, മോഷനിൽ ബ്ലഡ് കണ്ടെന്നിരിക്കും. ഗ്യാസ്ട്രിക് അൾസറിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമാസിയേഷൻ ഉണ്ട്, വെയിറ്റ് ലോസും വരും. അപ്പം ഇത് ആണ് അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ ഇത് ആണുങ്ങളിലാണ് സാധാരണ കൂടുതൽ കാണുന്നത്. ഇപ്പം ഈ ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിൽ 2:1 റേഷ്യോയിലും, ഈ പറഞ്ഞ പോലെ ഡിയോഡിനൽ അൾസർ ആണെന്നുണ്ടെങ്കിൽ 4:1 റേഷ്യോയിലുമാണ് സാധാരണ കാണുന്നത്. കാരണങ്ങൾ ഞാൻ പറഞ്ഞു, അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഒരു അമ്ലം നമ്മുടെ ആമാശയത്തിലുള്ളത്. അതും പെപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഇതിൻ്റെ അളവ് കൂടുന്നത് പ്രധാന കാരണമാണ്. ഹെറിഡിറ്ററി ഒരു ഫീച്ചർ ഒരു കാരണമാണ്. O ഗ്രൂപ്പ് ബ്ലഡിൻ്റെ ഒരു കാരണമാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഡ്രഗ്, പ്രത്യേകിച്ചും ആസ്പിരിൻ കൂടുതലായിട്ട്, വേദന സംഹാരികൾ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് പലപ്പോഴും ഈ അൾസർ ഉണ്ടാകാറുണ്ട്. പിന്നെ സ്ട്രെസ്സ് കൂടുതലുള്ള, സ്ലീപ്ലെസ്നെസ്, ഉറക്കക്കുറവുള്ളവർക്ക്, സ്പൈസി ഫുഡ് കൂടുതൽ കഴിക്കുന്നവർക്ക്, സ്മോക്കിംഗ് ഉള്ളവർക്ക്, ഇറഗുലർ ഫുഡ് ഹാബിറ്റ്സ് ഉള്ളവർക്ക്, നമുക്ക് ഇതെല്ലാം എസ്സിലാണ് തുടങ്ങുന്നത്. സ്മോക്കിംഗ്, സ്പൈസസ്, സ്ലീപ്ലെസ്നെസ്, ദെൻ സ്പിരിറ്റ്സ്, ലിക്കർ ഉപയോഗിക്കുന്നവർക്ക്, ദെൻ ഇറഗുലർ ഫുഡ് ഹാബിറ്റ്സ്. ഇത്രയും പ്രധാന കാരണമാണ് ഈ അൾസർ ഉണ്ടാകുന്നതിന്. ഈ വക കാര്യങ്ങൾ നമ്മൾ ചികിത്സയിൽ പലപ്പോഴും രോഗികൾക്ക് നമ്മൾ ഉപദേശിക്കുമ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ പറയുകയോ ഇതൊക്കെ മിതമാക്കാൻ പറയുകയോ നമ്മൾ ചെയ്യാറുണ്ട്. ഒപ്പം ആഹാരത്തിൽ ക്രമീകരണങ്ങൾ പോലെ തന്നെയാണ് മരുന്നിനകത്ത് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒരു സർജറിയും ഇല്ലാതെ തന്നെ കാലിബൈ, ലേക്കോപോഡിയം, നെക്സോമിക്ക, കാർബോവെജ്, പൾസാറ്റില്ല, അല്ലെങ്കിൽ ബിസ്മിത്ത്, ഫോസ്ഫറസ്, സൾഫർ, ഇങ്ങനെയുള്ള മരുന്നുകൾ 30 പൊട്ടൻസി മുതൽ 200 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0.3 ഒക്കെ റെഗുലറായിട്ട് ഡെയിലി ഉപയോഗിക്കാവുന്ന മരുന്നുകളാണ്. അതുപോലെ നാട്രം ഫോസ്, നാട്രം സൾഫർ, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ അൾസർ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും.
അപ്പം ആഹാരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം ഒഴിവാക്കുക, അതായത് പുളിയുള്ള പഴങ്ങളെല്ലാം ഒഴിവാക്കുക. പ്രത്യേകിച്ചും പൈനാപ്പിൾ, അല്ലെങ്കിൽ ചെറുനാരങ്ങ, അതല്ലെങ്കിൽ ഓറഞ്ച്, പിന്നെ ഗ്രേപ്സ്, പിന്നെ പുളി ഇല്ലാത്ത പഴങ്ങൾ, പ്രത്യേകിച്ചും ഏത്തപ്പഴം നല്ലതാണ്. ഏത്തപ്പഴം ആൽക്കലൈൻ നേച്ചറാണ്, പാല് കുടിക്കാവുന്നതാണ്, മാതളനാരക ഉപയോഗിക്കാവുന്നതാണ്, പിന്നെ ഈ സപ്പോട്ടയ്ക്ക ഉപയോഗിക്കാവുന്നതാണ്, പപ്പായ ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ കൂടുതൽ എടുക്കാമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയറ്റ് ഒരു രീതിയിൽ മോഡിഫൈ ചെയ്യാം. പിന്നെ പ്രത്യേകത ഒരു തരം കഞ്ഞി ഈ അവസ്ഥയിൽ ആൾക്കാർക്ക് വളരെ ഉചിതമായിരിക്കും. ചെറിയ പൊടിയരി കൊണ്ട് കരിഞ്ജീരകം വളരെ കുറച്ച് കയ്പുള്ള സാധനമാണ്, വളരെ കുറച്ച് മാത്രം എടുക്കുക, ചെറിയൊരു സ്പൂൺ ഇടുക. ഒപ്പം നമ്മുടെ എള്ളും ഈ കരിഞ്ജീരകം ഇട്ട് ചെറിയ നുറുക്കരി ഇട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് അല്പം തേങ്ങാപ്പാലും കൂടി പിഴിഞ്ഞ് ഒരു ബ്ലാങ്ക് ഡയറ്റായിട്ട് നിങ്ങൾക്ക് ഈ പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് പെപ്റ്റിക് അൾസർ വരാതെ നോക്കാം, വന്നവർക്ക് ചികിത്സയും കൊടുക്കാൻ പറ്റും.